ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ടീം ഫുട്ബോളിൻ്റെ ലോക ചാമ്പ്യൻസായി മാറും. മില്യൺ കണക്കിന് ആളുകൾ ഒരു ക്യാപ്റ്റൻ ആ ട്രോഫിയെ ഉയർത്തുന്നത് കാണും. പക്ഷേ ഒരു ചോദ്യം, ആ വിജയത്തിൻ്റെ മഹത്വം എത്ര നാളേക്കാണ് നിൽക്കുന്നത്? ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പല രാജ്യങ്ങൾ അവർക്ക് നേടിയ വിജയങ്ങളെ ആഘോഷിക്കുകയും അവർ തോറ്റുപോയപ്പോൾ പലരും കരയുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി ഒരു ടീം ആ ട്രോഫിയെ ഉയർത്താൻ പോവുകയാണ്. ഇന്ന് അർജന്റീനയും സ്പെയിനും ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. ഹലോ ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. അതെ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഈ ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനൽ ഇന്ന് മിഡ് നൈറ്റിലാണ്. അനേകർ അവരുടെ TVസിലും പിന്നെ ബിഗ് സ്ക്രീൻസിലും മൊബൈൽ ഫോണുകളിലുമെല്ലാം ഒരു നിമിഷം പോലും നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. രണ്ട് വളരെ നല്ല ടീമുകൾ ഒരു ട്രോഫിക്കായിട്ടുള്ള രീതിയിൽ ഏറ്റുമുട്ടുകയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ടീമായിരിക്കും ലോക ചാമ്പ്യൻസ് എന്ന പദവി ലഭിക്കുവാൻ പോകുന്നത്. എന്നാലും ഓരോ കായിക വിജയവും സ്പോർട്ടിംഗ് വിക്ടറിയും വലിയ മറ്റൊരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതൊരു ട്രോഫിയും കുറച്ചുനാൾ കഴിയുമ്പോൾ പൊടി പിടിക്കും. ഏതൊരു മെഡലും കുറച്ചുനാൾ കഴിയുമ്പോൾ മങ്ങിപ്പോകും. ഏതൊരു ചാമ്പ്യനെയും കുറേ നാൾ കഴിയുമ്പോൾ ആളുകൾ മറന്നുപോകാം. ഒരു നാൾ മറ്റാരെങ്കിലുമായിരിക്കും ആ ട്രോഫിയോ കപ്പോ ഉയർത്തുന്നതും ആ ഒരു മെഡൽ ധരിക്കുന്നതും. പക്ഷേ ഒരു കിരീടമുണ്ട്, വാടാത്ത കിരീടം. അപ്പോസ്തലനായ പൗലോസിന് ഇത് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ 1 കൊരിന്ത്യർ 9:25 പറഞ്ഞത്, അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അതൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഫുട്ബോൾ കളിക്കാർ വർഷങ്ങളായിട്ടുള്ള രീതിയിൽ ഒരു ട്രോഫിക്കായിട്ടുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണ്. ആ ട്രോഫിയോ അവർ ഏതാനും ചില മിനിറ്റുകൾ മാത്രമേ കരങ്ങളിൽ പിടിക്കുകയുള്ളൂ. ദൈവം അനന്തമായ മറ്റെന്തോ വലിയ കാര്യം നമുക്ക് ഓഫർ ചെയ്യുകയാണ്. ദൈവത്തിൽ നിന്നുള്ള ക്ഷമ, ദൈവവുമായിട്ടുള്ള സമാധാനം, നിത്യജീവൻ, അതുപോലെ തന്നെ ഒരു കിരീടം, ഒരിക്കലും വാടിപ്പോകാത്ത കിരീടവും. യേശു വളരെ ആഴമുള്ള ഒരു ചോദ്യമാണ് മത്തായി 16:26 ചോദിച്ചത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? എന്തൊരു വലിയൊരു ചോദ്യമാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ട്രോഫി നേടിയിട്ട് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് ഗുണം? വണ്ടർഫുള്ളായിട്ടുള്ള നല്ല ന്യൂസ്, നല്ല വർത്തമാനം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ ഒത്തിരിയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴം ഒത്തിരിയും ആഴത്തിലുള്ളതായതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ കാൽവറിയിലേക്ക് അയച്ചത്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെട്ട് യേശുവിൽ അവരുടെ വിശ്വാസം അർപ്പിച്ചാൽ അവർക്ക് ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും നിത്യജീവനും ദൈവം സൗജന്യമായി നൽകും. പക്ഷേ ദൈവം അവിടെ കൊണ്ടും നിർത്തുന്നില്ല. ക്രിസ്തുവിനെ വിശ്വസ്തമായി അനുഗമിക്കുന്നവർക്ക് ദൈവം നിത്യമായി നിലനിൽക്കുന്ന പ്രതിഫലവും കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ലോക മനുഷ്യരുടെ കയ്യിൽ നിന്ന് കയ്യടിയല്ല മേടിച്ചിട്ട് ദൈവത്തിൻ്റെ അപ്രൂവൽ, അംഗീകാരം നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ? ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ ഗെയിം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഏത് ടീമാണോ നന്നായി കളിക്കുന്നത് ആ ടീം ജയിക്കട്ടെ. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഏറ്റവും വലിയ വിജയം ഇതുപോലൊരു ഫുട്ബോൾ ഗ്രൗണ്ടിലല്ല നേടിയെടുക്കുന്നത്. ഏറ്റവും വലിയ പ്രൈസ് സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല. ഏറ്റവും വലിയ കിരീടമോ ഫിഫ നൽകുന്നതല്ല. ആ കിരീടം ക്രിസ്തു നൽകുന്നതാണ്. ക്രിസ്തുവിനെ വിശ്വസ്തമായി അനുഗമിക്കുന്നവർക്ക് ക്രിസ്തു നൽകുന്നതാണ് ആ കിരീടം. വാടാത്ത കിരീടം, ഒരിക്കലും നശിച്ചു പോകാത്ത കിരീടം. ആ കിരീടത്തിനു വേണ്ടി ഇറ്റ് ഈസ് വർത്ത് ലിവിങ് ഫോർ. ഇൻഫാക്റ്റ് ഓരോ വിശ്വാസിക്കും ലഭിക്കുവാൻ സാധ്യതയുള്ളത് 5 കിരീടങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഏതൊരു ക്രിസ്ത്യാനിക്കും, അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനിക്കും, എല്ലാ വിശ്വാസിക്കും ഈ പ്രതിഫലം, ഈ കിരീടങ്ങൾ ലഭിക്കുമെന്നാണോ? അങ്ങനെയല്ല. ആർക്കാണ് ഈ കിരീടങ്ങൾ ലഭിക്കുവാൻ എലിജിബിൾ ആയിരിക്കുന്നത്? അല്ലെ, ആരാണ് അങ്ങനെയുള്ള കിരീടങ്ങൾ ലഭിക്കാൻ അർഹരാകുന്നത്? എന്താണ് ആ 5 കിരീടങ്ങൾ? അത് ആർക്കൊക്കെയാണ് നൽകപ്പെടുന്നത്? എല്ലാ വിശ്വാസിക്കും അങ്ങനെയുള്ള കിരീടങ്ങൾ നൽകപ്പെടുമോ? ഇതിനെപ്പറ്റിയുള്ള എല്ലാ സന്ദേശങ്ങളും ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ സീ യു ദെയർ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.